ഗുഡ് മോർണിംഗ്. ജനതയുടെ 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞത് നരേന്ദ്ര പുണ്ടരികിൻ്റെ പുൽബനി ഥി മാം എന്ന് പറയുന്ന കവിതയുടെ ഒരു പോർഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തത്, നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് വരാം. കുറച്ച് പറഞ്ഞു നിർത്തിയതായിരുന്നു. പിതാക്കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച് പുൽബനി മാം अचानक नहीं टूटी, धीरे धीरे ढूंढती रही, हम देखते रहे और मानते रहे कि बूढ़ा रही है മാം. അപ്പോൾ ഇവിടെ നമ്മുടെ കവി പറയുകയാണ് പിതാക്കെ ബാദ്. പിതാക്കെ ബാദ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പിതാക്കെ ബാദ് എന്ന് പറഞ്ഞാൽ പിതാ ചൽ ബസ്നേക്കെ ബാദ്, പിതാക്കെ മൃത്യുക്കെ ബാദ്, പിതാവ് മരിച്ചതിന് ശേഷം ഹം ഭായിയോ കെ ബീച്ച് പുൽബനി മാം. അപ്പോഴും അമ്മ എന്തായിട്ടുണ്ട്, അമാരേക്ക് സഹാരയ്ക്ക് ഇത്ര നമുക്കൊരു ആശ്രയമായിട്ട്, സഹാര ഒരു ആശ്രയമായിട്ട് മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതെങ്ങനെയായിരുന്നു, ഒരു പാലമായിട്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, हमारी ज़िंदगी चलते समय किसी भी रुकावट बीच में आने के लिए वह नहीं देती. ഇടയ്ക്ക് ഒരു തടസ്സങ്ങളും ഒരു തടസ്സങ്ങളും ഇടയ്ക്ക് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു പോന്നിരുന്നു ആര്, മാം. अचानक नहीं टूटी, धीरे धीरे टूटती रही, लेकिन മാം की हालत, അമ്മയുടെ ഹാലത്ത് ക്യാ ഹെ, അവസ്ഥ. പക്ഷെ അമ്മയുടെ അവസ്ഥ, മക്കൾ വളർന്നു വലുതാവുന്നതിനനുസരിച്ച് മാം की हालत कैसे हो रही है, എങ്ങനെ പോവും, വഹ് ബുദ്ധ ഹോ രഹി ഹെ, അത് എന്തായി മാറും, വാർദ്ധക്യത്തിലേക്ക് കടക്കും അമ്മ. മാം की हालत, അമ്മയുടെ ആ ഒരു അവസ്ഥ നോക്കൂ. അജാനക്ക് നെഹീൻ ടൂട്ടി, പെട്ടെന്ന് തകർന്നു പോയില്ല എന്ന്. അജാനക്ക് നെഹീൻ ടൂട്ടി, പെട്ടെന്ന് അമ്മയുടെ അവസ്ഥ മോശമായില്ല. നമുക്കറിയാം ഹം കൈസെ ബുഢാപ്പയമേം പഹൂഞ്ചത്തെ ഹൈ, പഹൂഞ്ചന ക്യാ ഹെ, പഹൂഞ്ചന എത്തിച്ചേരുക, ബുഢാപ്പ വാർദ്ധക്യം. നമ്മൾ എങ്ങനെയാണ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് എത്തുന്നത്, ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ പ്രായം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇസ്ലിയെ കവി കത്തെ, അതുകൊണ്ടാണ് കവി പറയുന്നത് അജാനക്ക് നെഹീൻ ടൂട്ടി, പെട്ടെന്ന് തകർന്നു പോയില്ല മാതാവ്, പതിയെ എങ്ങനെ, ധീരെ ധീരെ ഢൂട്ടത്തി രഹി, പതിയെ അമ്മയുടെ അവസ്ഥയും മോശമായിക്കൊണ്ട്. ഢൂട്ടന എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്നാണ്. ഇവിടെ അങ്ങനെ അർത്ഥം എടുക്കാൻ ഒക്കില്ല. ഇവിടുത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവസ്ഥ മോശമാവുക, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ധീരെ ധീരെ ഢൂട്ടത്തി രഹി, പതിയെ അമ്മയുടെ അവസ്ഥ മോശമാകാൻ തുടങ്ങി. അജാനക്ക് നഹീൻ ടൂട്ടി, ധീരെ ധീരെ ഢൂട്ടത്തി രഹി, പെട്ടെന്ന് മോശമായില്ല, പക്ഷേ പതിയെ അമ്മയുടെ അവസ്ഥ ഢൂട്ടത്തി രഹി, പതിയെ അമ്മയുടെ അവസ്ഥ മോശമായിക്കൊണ്ടേ ഇരുന്നു. ക്യോം ഐസാ കഹത്തെ ഹെ, മാം ബൂഢാ ഹോ രഹി ഹെ, അമ്മ എന്തായി തീരുകയാണ്, അമ്മ വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഹം ദേഖ്തേ രഹേ, ഇത് നമ്മൾ കാണുകയാണ്. ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹേ, നമ്മളത് മനസ്സിലാക്കുകയും ചെയ്തു വന്ന്. ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹേ, നമ്മളത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു വന്ന്. കി ബൂട്ടാ രഹി ഹേ മാം, അമ്മ ഏതവസ്ഥയിലേക്ക് പോവുകയാണെന്ന്, മാം ബൂട്ടാ രഹി ഹേ, അമ്മ വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്ന കാര്യം നമ്മൾ പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങി. യഹാം കവി കത്തെ, ഇവിടെയാണ് കവി പറയുന്നത് ആജ് കെ സമാനെ ഓർ ഉസ് പുരാനി സമാനേക്കെ ബാരേമേ, ഇന്നത്തെ കാലഘട്ടവും ആ പഴയ കാലഘട്ടവും. ഉസ് സമാനേമേയും പുരാനെ സമാനേമേയും ലോക കൈസേ ധേ, പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ എങ്ങനെയായിരുന്നു, മാ ബാപ് കാ പാലൻ ബഹുത് അച്ഛി തരഹ നിഭാത്തേക്ക്, അമ്മയും അച്ഛനെയൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുമായിരുന്നു. അപ്പം ദായിത്വ സമസ്തത്തെ, അതവരുടെ ഉത്തരവാദിത്വമായിട്ട്, ദായിത്വ അതവരുടെ ഉത്തരവാദിത്വമായിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, അതിനെ കണ്ടിരുന്നത്. ലേക്കിൻ ആജ്, പക്ഷേ ഇന്നത്തെ സമൂഹം, നയി പീഠി, ഇന്നത്തെ പുതിയ തലമുറ ഐസാ നഹി, ഇസ്ലിയെ ഹമാരെ യഹാം വൃദ്ധാശ്രമം ബഹുത് അധിക ആ ഗൈ ഹെ, അതുകൊണ്ടാണ് ഇവിടെ വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം എന്ത് ചെയ്തത്, കൂടിയത്. ക്യോം ബേഠോങ്കോ ബച്ചോങ്കോ अपने माँ बाप को देखने की समय नहीं है, वक्त नहीं है, കുട്ടികൾക്ക് അവരുടെ അച്ഛനെ അമ്മയൊക്കെ നോക്കാനുള്ള സമയമില്ല. इसलिए उन्हें छोड़ देते हैं किसी വൃദ്ധാശ്രമേ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു വൃദ്ധാശ്രമത്തിലേക്ക് കൊണ്ടാക്കി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. കുച്ച് റുപ്പേ ദേക്കർ, കുറച്ച് കാശ് കൊടുത്തിട്ട്. എന്നിട്ട് ഫിർ ഉൻകെ ബാരമേ നഹിൻ ഢൂണ്ഡത്തെ ഹി, പിന്നെ അവരെക്കുറിച്ച് അന്വേഷിക്കുക പോലും ഇല്ലാത്ത ബच्चे आज के समाज में हम देख सकते हैं, ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. इसलिए पहली पंक्ति उस प्रकार आई है,
मैया की आई വൃദ്ധാശ്രമ സേ ചിട്ടി കൈസേ ഹോ ബേട്ട. അമ്മ എഴുതുന്ന ലെറ്ററാണ്. ആർക്കെഴുതുന്നത്? മകൻ എഴുതുന്നത്. കൈസേ ഹോ ബേട്ട, അല്ലയോ മകനെ നിനക്ക് സുഖമാണോ? ക്യോം, എന്തുകൊണ്ട് അമ്മ എഴുതി? ക്യോങ്കി മാം കാ പ്യാർ ഉത്തന സ്യാദാ ഹൈ, അമ്മയുടെ സ്നേഹം അത്രയ്ക്ക് വലുതാണ്. മാം നഹീം ഭൂൽത്തേ ഹൈ അപ്പനെ ബച്ചോങ്കോ, അമ്മ ഒരിക്കലും തങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്യില്ല, മറന്നു പോവുകയേ ഇല്ല. അത് സബീ സമയം ഉസിക്ക് വിചാർമേ രഹത്തെ ഹൈ, എല്ലാ സമയത്തും ആ ഒരു ചിന്തയിലാണ് അമ്മ ഇരിക്കുന്നത്. ലേക്കിൻ ഹം ഐസാ നഹീ ഹൈ, നമ്മൾ അങ്ങനെയല്ല. हम तो सिर्फ ऐसे बच्चे भी होते हैं जो माम से बहुत अधिक प्यार करते हैं. കുട്ടികളുണ്ട്, ഇല്ലെന്നല്ല, മക്കളുണ്ട്, അവർ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ലേക്കിൻ കുച്ച് ലോഗ് ഐസാ ബി ഹൈ, പക്ഷെ കുറച്ച് ആൾക്കാർ എങ്ങനെയുണ്ട്, ജോ മാതൃദിൻ പിന്നെ മാതൃദിനങ്ങളിലും അങ്ങനെയുള്ള സമയത്ത് മാത്രം ഉൻകേലിയെ കുച്ച് കർണ ചാഹത്തെ ഹൈ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ കഴിയും. ആജ്കെ സമാനമേ ഹം ദേഖ് സക്തേ ഹൈ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. യഹാൻ ദേഖോ, പിതാ കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാം അചാനക് നഹീ ഢൂട്ടി, ധീരെ ധീരെ ഢൂട്ടത്തി രഹി, ഹം ദേഖ്തേ രഹേ അവർ മാൻതേ രഹേ കി ബൂഠാ രഹി ഹേ മാം. അമ്മയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇതാണ് അടുത്ത ഷാൻസയിൽ നമ്മുടെ കവി നമ്മളുടെ അടുത്ത് പറയുന്നത്. ഇനി നോക്കൂ, അടുത്ത 4 വരി നോക്കുക. മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻ കർ ചലത്തെ രഹേ, ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത്ത് അവർ അപ്നി ഹർ ആവാസ് മെയും ധീരെ ധീരെ ഢൂട്ടത്തി രഹി മാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, 4 വരി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഏക് ബാർ ഫിർ മേ ദോഹരാവുക, ഒരിക്കൽ കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഇൻ 4 പങ്ക്തിയോं മേ ഏക് ബാർ ഫിർ ദോഹരാവുക, 4 വരി ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻ കർ ചലത്തെ രഹേ, ഉസ്കെ ബൂഠേ ഹോനെ കി ആദത്ത് അവർ അപ്നി ഹർ ആവാസ് മെയും ധീരെ ധീരെ ഢൂട്ടത്തി രഹി മാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, മാം കെ ബാർ ബാർ കഹനെ കോ ബൂഢാ ബന്നെ കി ആദത്ത് ആ ഗയി തോ, വാർദ്ധക്യത്തിലേക്ക് കടന്നു, ആ ഒരു സ്വഭാവം കയറി വരുന്ന സമയത്ത് അപ്പനെ ബുഢാപ്പേമേയും, തങ്ങളുടെ വാർദ്ധക്യ സമയത്ത് ബുഢാപ്പേമേയും ഏക് ബാർ നഹീം കഹെങ്കെ, ഒരു കാര്യം ഒരിക്കൽ മാത്രമായിട്ട് പറയില്ല, ബാർ ബാർ കഹത്തെ രഹെങ്കെ, വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഏക് ഹി ബാത്ത്, ഒരു കാര്യം തന്നെ. ലേക്കിൻ ബച്ചോങ്കോ ഉസേ സമझाने में थोड़ी सी कठिनाई होती है. പക്ഷേ കുട്ടികളുടെ അവസ്ഥ എന്താണ്, കുട്ടികൾക്കത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. थोड़ी सी कठिनाई होती है, ബുദ്ധിമുട്ടുണ്ടാകും. അവർ ബാർ ബാർ സുന്നേ സെ ക്രുദ്ധ ഹോത്തെ ഹൈ, വീണ്ടും വീണ്ടും ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ऐसा चल रहा है हमारे यहाँ, हमारे बीच में, हमारे समाज में. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഹം ദേഖ് സക്തേ ഹൈ, നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻ കർ ചലത്തെ രഹേ. പെഹലെ ആദ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഹം മാൻ കർ ചലത്തെ രഹേ, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. മാം കെ ബാർ ബാർ കഹനെ കോ, അമ്മ പല ആവർത്തി പറയുന്നത് ബാർ ബാർ കഹനെ കോ ഹം മാൻ കർ ചലത്തെ രഹേ, നമ്മളത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത്ത്, ആ മാതാവിൻ്റെ ബൂട്ടെ ഹോനെ കി ആദത്ത്, ആ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ആ ഒരു ആദത്ത്, സ്വഭാവം, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാമത്തെ കുട്ടിക്കാലം. ക്യോങ്കി ബച്ചെ അപ്പനെ ബച്ചപ്പന്മയും, കുട്ടികൾ തങ്ങളുടെ ബച്ചപ്പൻ ക്യാ ഹെ, കുട്ടിക്കാലം. കുട്ടിക്കാലത്ത് ക്യാ കർത്തേ ഹൈ, ഏക് ഹി ബാത് കോ ദോഹരാത്തേ ഹൈ, ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓ ചലനേമേ ഗിർത്തേ ഹൈ, നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഗിർത്തേ ഹൈ, ഗിർന വീഴുക. ഇസ് പ്രകാർ ഹോത്തേ ഹൈ ബച്ചപ്പന്മേ, കുട്ടിക്കാലത്ത്. വഹി അവസ്ഥ ബുഢാപ്പേമേം ബി ഹോ ഗയി, ആ അതേ അവസ്ഥ ബുഢാപ്പേമേ ഹം ദേഖ്തേ ഹൈ, വാർദ്ധക്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. വഹി അവസ്ഥ ക്യാ ഹേ, ഒത്ത ഏക് ബാത് കോ ബാർ ബാർ കഹനെ ലഗേങ്കെ, ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയും. ഓ ചലനെ ലഗത്തെ ഹേം തോ ഗിർ ജാത്തെ ഹേം, വീഴും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത്ത്, ആ ഒരു സ്വഭാവം. അവർ അപ്പനി ഹർ ആവാസ്മയും ധീരെ ധീരെ ഠൂട്ടത്തി രഹി, അമ്മയുടെ ഓരോ ആവാസും, അമ്മയുടെ ഓരോ ആവാസ് ക്യാ ഹെ, ആവാസ് ശബ്ദം, ഓരോ ശബ്ദവും ധീരെ ധീരെ ഠൂട്ടത്തി രഹി മാം, പതിയെ പതിയെ അതും
അതിനും അവസ്ഥ മോശമായിക്കൊണ്ടേയിരുന്നു. അതേ പറയുന്നതും ക്ലിയർ ആവാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. മാം ബഹുത് അധികം ബൂട്ടാ ഹോ ഗയി ഹെ. അമ്മ വളരെയധികം വാർദ്ധക്യത്തിലേക്ക് കടന്നു. യഹി ഹാലത്ത്, ഈ ഒരു അവസ്ഥ, ഇസ് ഹാലത്തുക്കോ ബെച്ചെ അച്ചിത്രനെ സമജ് സക്തെ. കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല ഈ ഒരവസ്ഥ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. മാം കെ ബാർ ബാർ കഹനെ കോ हम मानकर चलते रहे, उसके बूटे होने की आदत और अपनी हर आवाज़ में धीरे धीरे ढूंढती रही माम. मैंने कहा, क्या कहा, ഞാനിവിടെ എന്താ പറഞ്ഞത്? മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹെ. നമ്മളതൊക്കെ ആദ്യം എന്ത് ചെയ്തു? പഹലെ ഹം സമജ്കെ ആദ്യം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ലേക്കിൻ മാം കി ആവാസ് ഢൂണ്ഡ്തി രഹി. അമ്മയുടെ ശബ്ദം പതിയെ പതിയെ മോശമായി തുടങ്ങി. ബാത് കർനെ മേ കുച്ച് രുക്കാവട്ട് ആത്തെ രഹത്തെ. സംസാരിക്കുന്നതിന് തടസ്സങ്ങൾ വന്നു തുടങ്ങി. ഇസ് പ്രകാർ ചലനെ സെ ഹം ബഹുത്ത് ഉസ് പർ ക്രുദ്ധ് കർനെ ലഗ. ക്രോധ്, നമുക്ക് അവരോട് ദേഷ്യം തുടങ്ങി. നമ്മൾ നോക്കാനുള്ള ഉസെ ദേഖ്നേക്ക് ഉസ്കാ പാലൻ കർണേക്ക് ലിയെ ഹമാരെ പാസ് ഉസ് തര സമയം നഹീ. നമ്മുടെ പക്കൽ അതിനു വേണ്ടിയുള്ള സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. ലേക്കിൻ ഏക് ബാത് ഹം സോച്നാ ചാഹിയെ. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? ഹമാരെ ബച്പൻ മേ ഹം കൈസേ ഥേ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെ ആയിരുന്നു എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. ഹമാരെ ബച്പൻ മേയും ഹം ഏക് ബാത് കർത്തേ രഹത്തെ ഹെ. ഒരു കാര്യം തന്നെ ബാർ ബാർ കർത്തേ രഹേ, പല പ്രാവശ്യം നമ്മൾ കർത്തേ രഹത്തെ പറയും. ലേക്കിൻ മാം ധ്യാൻ സേ ഉസേ സുൻതേ രഹത്തെ. പക്ഷെ അമ്മ എന്ത് ചെയ്യും? അമ്മ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്യും. मुझे सुनने की ज़रूरत नहीं है, अभी आवश्यकता नहीं है, मुझे सुनने की समय नहीं है, ऐसा മാം नहीं डालते रहते हैं. അങ്ങനെ അമ്മ ഒരു കാര്യത്തിനെയും ഡാൽന എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. നമ്മുടെ ഒരു കാര്യവും മാറ്റി വെച്ചിട്ടില്ല. इसलिए कवि ने पहले 4 पंक्तियों में वहाँ कवि ने कहा कि क्या कहा? कवि എന്താ പറഞ്ഞത്? एक हमारे ज़िंदगी जैसे रेलगाड़ी को बेरोक चलने के लिए മാം एक पुल बनी थी. നമ്മുടെ ആ ജീവിതമാകുന്ന റെയിൽഗാഡിയെ തടസ്സങ്ങളൊന്നുമില്ലാതെ, വേരോക്കടൊക്കെ ചലനേക്കല്ലേ, തടസ്സങ്ങളൊന്നുമില്ലാതെ പോകുന്നതിന്, ഹരിലാൽ ബത്തി ഇതൊന്നുമില്ലാതെ, യാതൊരു തടസ്സവും ഇല്ലാതെ പോകുന്നതിന് ഏക്ക് പുൽബനി തീമാം. അമ്മ എന്തായിരുന്നു എന്ന്? ഒരു പാലമായിരുന്നു എന്ന് തുടക്കത്തിൽ എന്ത് ചെയ്തു? കവി പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ പിന്നീട് അമ്മയുടെ അവസ്ഥ മാറിയപ്പോഴേക്കും മാം കി ഹാലത്ത് ബഹുത്ത് ഖരാബ് ഹോ ഗയി. അമ്മയുടെ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും ബച്ചയ്ക്കാ കർണേ ലഗെ ഉന്നെ ചോഡ്നെ കെ ബാത്ത്, അവരെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. देखो हाथों हाथ रहती माम एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृक्षभ कंधों में माम का भारी होना. അപ്പം അടുത്ത് പറയുകയാണ് ഹാത്തോ ഹാത്ത് രഹത്തി മാം, ഹാത്തോ ഹാത്ത് രഹത്തി മാം, കുച്ച് ദിൻ മേരെ പാസ് രഹത്തെ ഹെ മാം. കുറച്ച് ദിവസം അമ്മ എൻ്റെ അടുക്കൽ വന്ന് താമസിക്കും. और मुझे देखने के समय नहीं मानकर मैं दूसरे के पास भेजते हैं. എനിക്ക് നോക്കാൻ സമയമില്ല എന്ന് മനസ്സിലാവുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാണ്? दूसरे के पास भेजते हैं. एक ही भाई है ना, उसके पास भेजते हैं. അടുത്ത സഹോദരൻ്റെ അടുക്കലേക്ക് എന്ത് അയക്കും? ഇങ്ങനെ ഹാത്തോ ഹാത്ത് രഹത്തി മാം, ഓരോ കൈകൾ മറിഞ്ഞുകൊണ്ടേയിരുന്നു എന്ന്. മാംകോ देखने के लिए बच्चे उत्सुक नहीं थे. അമ്മയെ നോക്കാനായിട്ട് കുട്ടികൾ എന്തല്ല താല്പര്യമേ ഇല്ലായിരുന്നു. ഹാത്തോ ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി. ഒരു ദിവസം എൻ്റെ പക്കലും വന്നു ചേർന്നു. ഏക് ദിൻ ഹമാരെ കന്ധോ മേ, ഗന്ധ എന്ന് പറഞ്ഞാൽ ചുമൽ, തോളം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ എൻ്റെ ചുമലിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹി ബോച്ച്, ആ ഒരു ബോച്ച് ക്യാ ഹെ, ബോച്ച് ഭാരം, ആ ഒരു ബോച്ച് മേരെ കന്ധോമേം ഭി ആ ഗയെ, ആ ഒരു ഭാരം എൻ്റെ ചുമലിലും വന്ന് വീണു വന്ന്. മാം ഏക്ക് ബോച്ച് ബൻ ഗയി ഹെ ബേട്ടോം കെ ലിയെ. അമ്മ മക്കൾക്ക് എന്തായി തീർന്നിരിക്കുകയാണ്? ഒരു ഭാരമായി തീർന്നിരിക്കുകയാണ്. ഹാത്തോ ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോമേം ആ ഗയി, ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം. ധീരെ ധീരെ പതിയെ പതിയെ മെഹസൂസ് കർണ, മെഹസൂസ് ഹോന, നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങിയെന്ന്, നമുക്കത് മനസ്സിലായി തുടങ്ങിയെന്ന്. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം അപ്പനെ വൃഷഭ കന്ധോമയും, അപ്പനെ വൃഷഭ കന്ധോമയും, നമ്മുടെ വൃഷഭ ഗന്ധ എന്ന് പറഞ്ഞാൽ സശക്ത ഗന്ധ, ശക്തിയേറിയ ചുമൽ, നല്ല ഉറപ്പുള്ള. ക്യോങ്കി ഹമാരെ ജീവൻ തോ യൗവൻ മേ ചലത്തി രഹത്തി ഹെ.
നമ്മുടെ ജീവിതം ഏതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? യുവാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഉസ് സമയ് ഹമാര കന്ധാത്തോ സശക്ത് ഥേ. ആ സമയത്ത് നമ്മുടെ ചുമലുകൾക്ക് ഭാരം വഹിക്കാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലും ഉസി സമയ്, ആ സമയത്ത് മാമേക്ക് ബോച്ച് ബൻ ഗൈ, അമ്മ എന്തായി തീർന്നു? ഒരു ഭാരമായി തീർന്നു. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം, അതായത് ഹം ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ, നമുക്ക് പതിയെ പതിയെ മനസ്സിലായി തുടങ്ങിയെന്ന്. എന്താണ്? അപ്പനെ വൃഷഭ ഗന്ധവുമേയും മാം കാ ഫാരി ഹോന, നമ്മുടെ ആ ഉറച്ച ചുമലുകൾക്ക് മാം കാ ഫാരി ഹോന, അമ്മ എന്തായി തീർന്നുവെന്ന്, ഒരു ഭാരമായി തീർന്നു എന്ന ഒരു സത്യം, വഹി സച്ച് ഹം മാനനെ ലഗെ, നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി. ഇനിയും ദേഖ്നെ കെ ലിയെ ഹമാരെ പാസ് വക്ത് നഹീം ഹേ, ഈ മാതാവിനെ നോക്കാനായിട്ട് നമ്മുടെ പക്കൽ വക്ത് നഹീം ഹേ. വക്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം. ഈ അമ്മയെ നോക്കാനായിട്ട് നമ്മുടെ പക്കൽ സമയമില്ല എന്നുള്ള കാര്യം വഹി സച്ച്, വഹി സത്യ ഹം മാനനെ ലഗെ, നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയെന്ന്. ഹാത്തോ ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. देखिए ना, आज के ज़माने में तो हम देख सकते हैं, हमारे समाज में, हमारे इस पूरे आसपास में, നമ്മുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഹം ദേഖ് സക്തേ ഹെ, നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള അവസ്ഥകൾ. इसलिए ही यहाँ वृद्धाश्रम की संख्या, वृद्धाश्रम की गिनती बढ़ गई है. വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം കൂടിയതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. ബച്ചോങ്കോ അപ്പനെ മാബാപ്കോ ദേഖ്നെ കെ ലിയെ വക്ത് നഹീ ഹെ, കുട്ടികൾക്ക് അവരുടെ അച്ഛനെ അമ്മയെ നോക്കാനായിട്ടുള്ള സമയം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. ക്യോंकि आज के ज़माने में वे अपने काम को बहुत प्यार करते हैं, अपने परिवार को बहुत प्यार करते हैं. कौन सा परिवार? पत्नी और बच्चे, इन तीनों एक अन्न कुटुंब परिवार ऐसा बन गया है. കുടുംബമൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പഹചാന നഹി ഹം അപ്പനെ ദൂസരെ ഓർക്കോ ഹം പഹചാനത്തെ നഹി, തൊട്ടടുത്തുള്ളവരെ തിരിച്ചറിയുന്നില്ല. അപ്പനെ ഭായിയോങ്കോ പഹചാനത്തെ നഹി, അപ്പനെ മാബാപ്കോ പഹചാനത്തെ നഹി, അച്ഛനെ അമ്മയും തിരിച്ചറിയുന്നില്ല, ഇവരൊന്നും തിരിച്ചറിയുന്നില്ല. ഹമാരെ ചാരോ ഓർ ജോ ദിഖ്തേ ഹൈ ഉസ് മാനവക്കോ ഹം നഹി പഹചാനത്തെ ഹൈ, നമുക്ക് ചുറ്റും കാണുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. ഹം അപ്പനെയും സീമിത രഹത്തെ, നമ്മളിലേക്ക് എന്തായിരിക്കുകയാണ്? നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ഒതുങ്ങിയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലിയെ ഐസാ ഹോ രഹി ഹെ ബच्चे മാ ബാപ് കോ ചോടനെ ലഗത്തെ ഹെ, അമ്മയും അച്ഛനെയൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. വൃദ്ധാശ്രമക്ക് ഗിനത്തി ബെഡ് ജാനേക്ക് അവസ്ഥ, വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം കൂടിയതും ഒക്കെ ഇതിനൊരു കാരണം ആണ്. നോക്കാം എന്താണ്? ഹാത്തോ ഹാത്ത് രഹത്തി മാം एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. നോക്കൂ, അടുത്ത സ്റ്റാൻസിലേക്ക് വരാം. ഞാൻ വായിക്കാം. मैं एक बार पढ़ूंगा. जब तक जीवित रही माम हम बदलते रहे अपने कंधे, माम आखिर माम ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माम, और माम के कंधों से उतरते ही उतर गए हमारे कंधे. मैं एक बार फिर दोहराऊंगा, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. जब तक जीवित रही माम हम बदलते रहे अपने कंधे, माम आखिर माम ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माम, और माम के कंधों से उतरते ही उतर गए हमारे कंधे. നോക്കൂ, ജബ് തക്ക് ജീവിത രഹീമാം, അമ്മ ജീവിച്ചിരുന്ന സമയം വരെ, ജബ് തക്ക് ജീവിത രഹീമാം, അമ്മയുടെ കാലം വരെ, അമ്മ ജീവിച്ചിരുന്ന കാലം വരെ, ജബ് തക്ക് ജീവിത രഹീമാം ഹം ബദൽത്തേ രഹേ അപ്നെ കന്ധേ, നമ്മൾ അമ്മ എന്ത് ചെയ്തു? ബദൽത്തേ രഹേ അപ്നെ കന്ധേ, നമ്മുടെ ചുമലിൽ നിന്ന് അടുത്തയാളുടെ ചുമലിലേക്ക്, അടുത്തയാൾ വീണ്ടും തിരിച്ച്, ഇങ്ങനെ മാറി 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 നോക്കിക്കൊണ്ടേയിരുന്നു. ഹം അപ്നെ ജീവൻ മേ മാം കോ ഏക് ദൂസരെ കെ പാസ് ബദൽത്തേ രഹേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരുന്നു. മാം ആഖിർ മാം ഹി തോ ഹെ, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അമ്മ തന്നെയാണ്. മാം സമജ്തേ ഹെ ഐസി ബച്ചോം കെ ഇസ് പ്രകാർ കി
ക്രീഡാവുങ്കോ മാം സമസ്തേ. കുട്ടികളുടെ ഈ ഒരു അവരുടെ പ്രവൃത്തിയെ അമ്മ കൃത്യമായിട്ട് മനസ്സിലാക്കും. കാരണം മാം സമജ് കേക്ക് മയ്യേക്ക് ബോച്ച് ഹോം മയ്യേക്ക് ബോച്ച് ബൻ ഗയി ഹേ, ഞാനൊരു ഭാരമായി തീർന്നു മക്കൾക്കെന്ന് മാം ആ അമ്മ മനസ്സിലാക്കി. നോക്കൂ, ജബ് തക്ക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ മാം ആഖിർ മാം ഹി തോ ഹേ ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ്. നമ്മളിങ്ങനെ ബാർ ബാർ വീണ്ടും വീണ്ടും കന്ധേ ബദൽത്തെ ദേഖ് മാംനെ ദേഖ, അമ്മ കണ്ട, അമ്മയ്ക്ക് മനസ്സിലായി. ഹം ബാർ ബാർ കന്ധേ ബദൽത്തെ ഹേം, വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ പറയുകയാണ് ബാർ ബാർ ഹമേം കന്ധേ ബദൽത്തെ ദേക്ക്. കോൺ ദേക്ക, ആര് കണ്ടു? അമ്മ കണ്ടു. അമ്മയ്ക്ക് മനസ്സിലായി നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്പുറം ഇപ്പുറവും നമ്മളിങ്ങനെ മാറ്റി 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 അമ്മയെ പരിപാലിക്കുന്നത്. മാംകാ പാലൻ ഏക്ക് നെഹിം കർത്തേ, ഒരാളല്ല ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഏക്ക് ദൂസരേസെ കർത്തേ രഹത്തെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നത് കണ്ടപ്പോഴേക്കും ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, അമ്മ നമ്മളിൽ നിന്നും ഉദർ ഗയി മാം കടന്നുപോയെന്ന്. ക്യോങ്കി മാം കി മൃത്യു ഹോ ഗയി, അമ്മയ്ക്ക് മനസ്സിലായി ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ജീവിത രഹനയ്ക്ക് ആവശ്യകത നഹി ഹേ, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ക്യോങ്കി ബച്ചേ മുझे देखने में उन्हें बहुत बोझ लगे, എന്നെ നോക്കുന്നവർക്കൊരു ഭാരമായി തീർന്നിരിക്കുകയാണ്. इसलिए मेरा जीवन ആകെ ബിടുന്ന അച്ഛേ നഹി ഹേ, എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്ന് മാം സോച്ചനയിലേക്ക്. അങ്ങനെ അവസാനം ആ ഒരു വിഷമം, ആ വഹി ദുഃഖ് ഉൻക മൃത്യു കാ കാരൺ ബൻ ഗയി, ആ മാതാവിൻ്റെ മരണത്തിന് കാരണമായി തീർന്നു. ബാർ ബാർ ഹമേം കന്ധേ ബദൽത്തേ ദേക്ക്. അപ്പം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റി പരിപാലിക്കുന്നതിൽ നമുക്ക് തടസ്സം പറഞ്ഞ് മാംകോയൊക്കെ ദൂസരെയൊക്കെ പാസ് ഫേജിത്തേ രഹത്തെ ഒരാൾ മറ്റൊരാളുടെ അടുത്ത് അയച്ചു കൊണ്ടേയിരുന്നപ്പോഴേക്കും ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ബച്ചോങ്കി ഏഹ് ദുർദശ ദേക്കർ, കുട്ടികളുടെ ഈ ഒരു ദുരവസ്ഥ കണ്ടിട്ട് മാം അപ്ന പ്യാർ സാരെ പ്യാർ ഇസ് ബച്ചോങ്കോ ദിയാ ഥേ വഹി ബച്ചേ ഇസ് ദുർദശ സെ ബച്ചനെ കെ ലിയെ, അവരുടെ ഈ ദുരവസ്ഥയിൽ നിന്നും അവരെ സംരക്ഷിക്കാനായിട്ട് വഹ്മാം ചൽ ബസേ, ആ അമ്മയും പോയി. ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, നമ്മുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥമാകുന്നത് മാം കി മൃത്യു ഹോ ഗയി, അമ്മയുടെ മരണം സംഭവിച്ചു. അവർ മാം കെ കന്തോം സേ ഉദർത്തേ ഹി, അങ്ങനെ അമ്മ നമ്മളിൽ നിന്ന് പോയപ്പോഴേക്കും മാം കെ കന്തോം സേ ഉദർത്തേ ഹി ഉദർ ഗയേ ഹമാരെ കന്ധേ ഹം നിരാശ്രയ ബൻ ഗയേ, നമ്മൾ ആശ്രയമില്ലാത്തവരെ പോലെ ആയിത്തീർന്നു. വഹ് പുൽ ഢൂട്ട് ഗയി, ആ പാലം തകർന്നു പോയെന്ന്. വഹ് ഏക് സമാനേമയും, ഒരു കാലഘട്ടത്തിൽ ഹമാരെ ജീവൻമയും സഭീ സമയൊക്കെ പുൽക്കി തര ബനി രഹി ഥി, എപ്പോഴും ഒരു പാലമായി തീർന്നിരുന്നു. ലേക്കിൻ വഹ് പുൽ ഢൂട്ട് ഗയി ഹം ഭായിയോ കെ ബീച്ച് ഏക്ക് പുൽ ഥി, നമ്മൾ സഹോദരങ്ങൾക്കിടയിലുള്ളൊരു പാലമായിരുന്നു. വഹ്ബി ഢൂട്ട് ഗയി, അതും എന്ത് ചെയ്തു, അതും നഷ്ടപ്പെട്ടു. ഹം ബേസഹാരെ ഹോ ഗയെ, നമ്മൾ നിരാശ്രയരായിത്തീർന്നു എന്ന് പറഞ്ഞു നിർത്തുകയാണ് നമ്മുടെ കവി. അപ്പം ഞാൻ ആ സ്റ്റാൻസ് ഒന്നുകൂടെ പറയാം. ജബ് തക്ക് ജീവിത് രഹി മാം ഹം ബദൽത്തേ രഹേ അപ്നെ കന്ധേ മാം ആഖിർ മാം ഹി തോ ഹേ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാം ആഖിർ മാം ഹി തോ ഹേ, അമ്മ എപ്പോഴും എന്ത് തന്നെയാണ്, അമ്മ തന്നെയാണ്. മാം തോ മാം ഹി ഹേ മാം അപ്നെ ബേട്ടോങ്കോ ബഹുത് അധികം പ്യാർ കർത്തേ ഹേ, മക്കളെ വളരെയധികം സ്നേഹിക്കുന്ന അമ്മ എന്ത് ചെയ്തു, ഏത് സബ് ദേഖ്നെ കെ ലിയെ നഹി രഹ് ഗയി, ഇതെല്ലാം കാണുന്നതിന് വേണ്ടി ജീവിക്കാൻ അവരാഗ്രഹിച്ചില്ല. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തേ ദേക്ക് ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, അമ്മ നമ്മളിൽ നിന്നും പോയി. അപ്പോൾ എഴുത്തുകാരൻ നമ്മുടെ കവി നരേന്ദ്ര പുണ്ടരിക് അദ്ദേഹം പറയുകയാണ്, അവർ മാം കെ കന്തോം സേ ഉദർത്തേക്ക്, അങ്ങനെ അമ്മ പോയപ്പോഴേക്കും ഉദർ ഗയെ ഹമാരെ കന്ധേ, നമ്മുടെ ആശ്രയങ്ങളും നഷ്ടപ്പെട്ടു. ക്യോങ്കി ഭായി ഹം ഭായിയോं के बीच की वो जो पुल थी वह भी टूट गई. ക്ലിയർ, നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ രണ്ട് ക്വസ്റ്റ്യനുകൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ഒന്ന്, ബൂട്ടാ രഹി ഹേ മാം ഇസ്ക ആശയ ക്യാ ഹേ, അമ്മ വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്നു, അതിൻ്റെ ആശയം എന്താണെന്നാണ്. ബൂട്ടാ രഹി ഹേ മാം, എന്താ അതിൻ്റെ ആശയം? കാരണം ഏക് ദിൻ ഹം ഭി ബൂട്ടേ ബൻ ജായെങ്കെ, ഒരിക്കൽ നമ്മളും എന്താവും, നമ്മളും വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകും. അതവിടെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നതാണ്. ഹം ബച്ചേത്തെ അവർ ഹം ബഹുത്ത് ബെഡ് ഗയ, നമ്മൾ വളർന്നു, നമ്മൾ കുട്ടികളായിരുന്നു, നമ്മൾ വളർന്നു. ഉസ് സമയത്തൊക്കെ ഹമാര പാലൻ പോഷൻ കോൻ കിയ,
നമ്മളെ പരിപാലിച്ചത് ആരാണ്? മാതാവ് തന്നെയാണ് നമ്മളെ പരിപാലിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ മാം ഹമേം ബഹുത് അച്ചി തരഹ് പരിപാലൻ കിയ, നമ്മളെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു? പരിപാലിക്കുകയും ചെയ്തു. ലേക്കിൻ ആജ് ഹം ഉനേം ബോട്ടെ ഹോനേക്ക് അവസ്ഥ മേ ഹം ഏക് ദൂസരെ സെ ബദൽത്തെ രഹെ, പരസ്പരം മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ പറയുകയാണ് ഏക് ദിൻ ഹം ബി കൈസാ ഹോ ജായേഗെ ഹമാരെ ബി ബുഢാപ്പേ കി അവസ്ഥ മേം ആ ജാകെ ഹം ഭി ആ ജായെങ്കിൽ, നമ്മളും വാർദ്ധക്യത്തിലേക്ക് കടന്നു വരും. ആ സമയത്ത് ഹമാരെ ബേട്ടെ യഹി ദേഖ്തേ രഹത്തെ, ഇതല്ലേ കണ്ടു വളരുന്നത്. ഓ ബി ഹമേ ചോട് ദേങ്കെ. അപ്പോൾ അത് നമ്മൾ ഹമേം സബീ സമയം ധ്യാൻ രഖ്നാ ചാഹെ, നമ്മളെല്ലായ്പ്പോഴും നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ അടുത്ത് പറയണം മാം ആക്കിർ മാം കി തോഹെ ഇസ്സെ ആപ്നെ ക്യാ സമച്ച, അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? മാം ആഖിർ മാം കി തോഹെ, അമ്മ തന്നെയാണല്ലോ, അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ക്യാ സമച്ചുകയെ, എന്ത് മനസ്സിലാക്കി നിങ്ങൾ? കാരണം മാം കാ പ്യാർ അതുല്യ ഹെ, അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അതുല്യമാണ്. ബഹുത്തോ കിസി ഓർ സെ നഹി മിലേങ്കെ, മറ്റൊരിടത്തു നിന്നും നമുക്ക് അത്രയും സ്നേഹം നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടുകയില്ല. ബഹുത്തോ മാംസേകി മിൽപ്പായെങ്കിൽ, അത് ആരിൽ നിന്ന് തന്നെ കിട്ടും? അത് അമ്മയിൽ നിന്ന് തന്നെ കിട്ടും. माम समझे, हम तो देखें तो माम समझ गए कि बेटों के लिए मैं एक भार बन गई हूँ, एक बोझ बन गई हूँ. അമ്മയ്ക്ക് മനസ്സിലായി കുട്ടികൾക്ക് ഞാനൊരു ഭാരമാണെന്ന് കണ്ടപ്പോൾ മാമിനെ ക്യാ സോച്ചാ मैं कभी भी उन्हें बोझ नहीं बनना चाहिए, ഞാൻ ഒരിക്കലും അവർക്ക് എന്താവാൻ പാടില്ല, ഒരു ഭാരമാകാൻ പാടില്ല. इसलिए वह अपना जीवन समाप्त कर दिया. അതുകൊണ്ട് തന്നെ അവർ തൻ്റെ ജീവിതം തന്നെ എന്ത് ചെയ്തു? മാറ്റി. किसके लिए? बच्चे के लिए. माम आखिर माम तो है. देखिए ना, लिखे निम्नलिखित आशय कविता की किन किन पंक्तियों में है. പിന്നെ അടുത്ത് കാണുന്നത് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ലിഖേം നിമ്നലിഖിത ആശയ കവിതാക്കി കിൻ കിൻ പങ്ക്തിയോ മേ ഹെ. അപ്പോൾ നമുക്കിവിടെ കവിതയിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ആശയവാലി പങ്ക്തിയം ചുൻകർ കവിതാസ് ലിഖിയെ. ഒരു 4 വരി പദ്യം തരും, 4 വരി പദ്യം തന്നിട്ട് ആശയവാലി പങ്ക്തിയം, ഈ ആശയം വരുന്ന വരികൾ ആ പദ്യത്തിലുണ്ടെങ്കിൽ അതിനകത്തിലെ ആ വരികളെ എടുത്ത് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ഇത് വായിച്ചർത്ഥം പറയും, നിങ്ങളതെന്ത് ചെയ്യണം? നിങ്ങളത് കണ്ടെത്തണം. കണ്ടെത്തി എനിക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു തരണം. बेटों का जीवन बेरोक डोक चलती गाड़ी के समान रहा. बेटों का जीवन, കുട്ടികളുടെ ജീവിതം ബേരോക്ക് ഡോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ, തടസ്സങ്ങളില്ലാതെ ഓടുന്ന വണ്ടി പോലെ ആയിരുന്നു. അറിയാമെന്ന് വിശ്വസിക്കുന്നു. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഈ വീഡിയോ നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ 1, 2, 3 പ്രാവശ്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അത് മനസ്സിലാക്കി നിങ്ങൾ തിരഞ്ഞെടുക്കണം അത്. അടുത്ത രണ്ടാമത്തത് മാം കി ദേഖ് ഫാൽ കി ജിമ്മാദാരി ബേട്ടോ पर आ गई. മാം കി ദേഖ് ഫാൽ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലിക്കുക, നോക്കുക. അമ്മയെ നോക്കുന്ന ആ ഒരു ജിമ്മേദാരി മീൻസ് ഉത്തരവാദിത്വം, ഉത്തരവാദിത്വം. അമ്മയെ നോക്കുന്ന ഉത്തരവാദിത്വം ബേട്ടോ पर आ गई. ആരിലേക്കെത്തി? കുട്ടികളിലേക്കെത്തി. ഇതും അവിടെ നമുക്ക് സമാനമായ വരികൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ബേട്ടെ അപ്പനെ ദായിത്വ ബദൽത്തെ രഹെ, കുട്ടികൾ തങ്ങളുടെ ഉത്തരവാദിത്വം ദായിത്വ ബദൽത്തെ രഹെ, മാറ്റിക്കൊണ്ടേയിരുന്നു. യഹ് ഹം ദേഖ് സക്തേ ഹൈ ഉസ് പങ്ക്തിയോ മേ. ഇതും നമുക്ക് ആ വരികളിൽ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ തിരഞ്ഞെടുത്ത് തരേണ്ടതാണ്. മാം കെ ചലേ ജാനെ സെ ബേട്ടെ ബേസഹാരെ ബനെ. മാം കെ ചലേ ജാനെ സെ, അമ്മ മരിച്ചു പോയതിന് ശേഷം, ചലേ ജാനെ സെ അമ്മ മരിച്ചു പോയതിന് ശേഷം, അമ്മ പോയതിന് ശേഷം ബേട്ടെ ബേസഹാരെ ബനെ, കുട്ടികൾ എന്തായിത്തീർന്നു? ബേസഹാരെ, ആശ്രയമില്ലാതെ നിരാശ്രയരായിത്തീർന്നു. അതും നമ്മൾ പഠിച്ച വരികളിൽ ഉണ്ട്. റിവൈൻഡ് ചെയ്ത് നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യാം. ഈ 4 ആശയവാലി പങ്ക്തിയ, ഈ 4 പങ്ക്തി, ഇവിടെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആശയം. അത് ഉൾപ്പെട്ട് വരുന്ന വരികൾ നിങ്ങൾ പദ്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? കണ്ടെത്തി തരണം. പിന്നെയാണ് നമ്മളിനി അടുത്ത് പറയുന്നതാണ് ആസ്വാദൻ ടിപ്പണി. ആസ്വാദൻ ടിപ്പണി സാധാരണഗതിയിൽ കവിതയിൽ കൃത്യമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ആസ്വാദൻ ടിപ്പണി ഇത് കൃത്യം പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നതാണ്. ഒരു കവിത പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കവിതയുടെ ആസ്വാദന ടിപ്പണി, കവിത ആരെഴുതി, അതിൻ്റെ ആശയം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് എഴുതി കൃത്യമായിട്ട് അത് ഞാൻ തന്നോളൂ നിങ്ങൾക്ക് ആശയം. അപ്പോൾ ഇവിടെ ആസ്വാദൻ ടിപ്പണി എന്ന് പറയുമ്പോൾ കവിതാക്ക പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖേ, കവിതയെ പരിചയപ്പെടുത്തി അതിനെക്കുറിച്ചൊരു വിവരണം, അതിനെ ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്നത്. അപ്പോൾ എഴുതിയതാരാ? നരേന്ദ്ര പുണ്ടരിക്. കവിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കവിതയിലേക്ക് വരുന്നു. കവിതയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്
उसका आशय क्या है? आज के അൻഗിനത്ത് വൃദ്ധാശ്രമം, ഇന്ന് കടന്നു വന്നിരിക്കുന്ന വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം ഇല്ലാത്ത വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് കണ്ടിട്ട് കവി ने ऐसा लिखा है. കവി ഇങ്ങനെ എഴുതി. അതാണ് ഈ കവിതയുടെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. മാ ബാപ് കോ ദേഖ്നെ കെ ലിയെ ബच्चे തയ്യാർ നഹീ ഹൈ. അമ്മയും അച്ഛനെയും നോക്കാനായിട്ട് കുട്ടികൾ തയ്യാറല്ല. ആ ഒരു അവസ്ഥ, ആ ഭേദത്തെയാണ് നമുക്ക് ദോ സമാനേക്ക് ബച്ചോങ്കോ, രണ്ട് കാലഘട്ടത്തിലെ കുട്ടികളെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആസ്വാദന ടിപ്പണി ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ 4 ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മൾ തന്നെ നോട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു സൂം മീറ്റിംഗ് ഉണ്ടാവും. ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കടന്നു വരണം. സൂം മീറ്റിങ്ങിൽ കടന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ, മറുപടികളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.